ഇന്നാണ് വെച്ചിങ്ങനെ ഞാൻ വീട്ടിൽ പോവാണേ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഹോസ്റ്റലിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇപ്പോൾ കാണാറില്ല, ബിക്കോസ് ഞാൻ നേരത്തെ എനിക്കാത്തതുകൊണ്ടേ. എന്നിട്ട് ഞൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ വരണം, ഓട്ടോറിക്ഷ വന്നിട്ടാണ് മാം വിളിച്ചിരാന്നൊക്കെ പറഞ്ഞു. കാലത്തെ കൊണ്ട് എൻ്റെ പൊന്നോ, മലയുടെ മുകളിലാണ് ഈ കോളേജ്. അതുകൊണ്ട് തന്നെ നൈസ് വ്യൂ ആണ്. വ്യൂ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. പിന്നെ ഞാൻ ഈ കോളേജിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ റോഡ് എന്ന് പറയുന്ന സംഭവം കാണുന്നത്. ബസ് നോക്കി നിൽക്കുകയാണ് ഞാൻ. അവിടെ നിന്ന് തന്നെ വെച്ചു, പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ബസ് വന്നത്. അവിടെ ബസ് വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അതിന് ശേഷം സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിക്കേണ്ടി വന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതിന് ശേഷം ടിക്കറ്റ് എടുത്ത് ഇരിക്കുക. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയില്ല ഇതാണ് എൻ്റെ ട്രെയിനിൽ നിന്ന്. അതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഇതാണ് എൻ്റെ ട്രെയിനിൽ നിന്ന്. അതിൽ കയറിയിരുന്നു. ഒരു മനുഷ്യ കുഞ്ഞുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗേൾസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ ഇതെന്ന് വിചാരിച്ചു. ട്രെയിനൊക്കെ എടുത്തു. എൻ്റെ കൊല്ലത്തേക്കാണ് കയറിയത്. കൊല്ലത്ത് നിന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്നു, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പുറത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പം അങ്ങോട്ട് കിടന്ന് പിന്നെ ഒരു ചായയും മടിയൊക്കെ കഴിച്ചു. അതിൻ്റെ ഒപ്പം ഒരു കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ട്രെയിൻ വരുന്നൊന്നും കാണാനില്ല. അതിന് ശേഷം ട്രെയിൻ വന്നപ്പോൾ അവർ പറയുന്നത് ഇവിടെയല്ല, അറ്റത്താണ്. എന്നിട്ട് അവിടേക്ക് ഓടിയും പിന്നെ ട്രെയിനൊക്കെ എടുത്തു സെറ്റായി. പിന്നെ തൃശ്ശൂരെത്തിയ ശേഷം എനിക്ക് സന്തോഷം കൊണ്ട് എങ്ങനെയും വീട്ടിലേക്ക് പോയാൽ മതി. എൻ്റെ ഇടയിൽ വിശക്കണമുണ്ട്. ബട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറി. ഫ്രഷായി വന്ന് അപ്പോൾ വാങ്ങിയ കേക്ക് എപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ, 7 മണിക്കൂറിന് ശേഷം. ബട്ട് ഫ്രണ്ടിൽ കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഞാനിന്ന് ഫുള്ള് ക്രാവിനൊന്നും കൊടുക്കാണ്ട് ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. അതിന് ശേഷം നടക്കുകയാണ്. എൻ്റെ ഇടയിൽ ഞാൻ 2 ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ച് നിന്ന് കുറേ നാളുകൾക്ക് ശേഷം കണ്ടതാണ്. എന്നിട്ട് ഞാനിവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പിന്നെ ബസ് കയറി. വലിയൊരു ബസ് കയറി. വീട് വരെയുള്ള ബസ് കാത്ത് നിൽക്കാനുള്ള ടൈമൊന്നും എനിക്കില്ല. എന്നിട്ട് ഞാനവിടെ ഒല്ലൂർ ഇറങ്ങി അമ്മേനെ വെയിറ്റ് ചെയ്തെന്ന്. പിന്നെ അമ്മേനെ കണ്ടു. അമ്മേനുള്ള സന്തോഷമൊന്നുമില്ല എൻ്റെ മുഖത്ത്. അങ്ങനെയല്ല, എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. പിന്നെ വീടിൻ്റെ വഴിക്ക് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. വന്നതും അറിഞ്ഞില്ല, നേരെ പാലക്കാടേക്ക്. അതെന്തിനാന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.